ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജാണ്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചാണ് എന്തെങ്കിലും ഈ ബ്രിഡ്ജൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലണ്ടൻ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നെപ്പോലെ തന്നെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവുകയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ, എന്നാലും ഇന്ന് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ പ്ലേസിൽ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങോട്ട്. ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ദൂരമുണ്ട്. നമുക്ക് ഇന്ന് ബസ്സിന് പോകാം. ബസ്സിന് പോയാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഡബിൾ ഡെക്കറിൻ്റെ മേളിൽ കയറിയിരുന്നാൽ സ്വസ്ഥമായിട്ട് ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ട്, വേണമെങ്കിൽ ഹെഡ്സെറ്റൊക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പോവാം. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യാൻ. അതുപോലെ തന്നെ നാഷണൽ ട്രെയിനിൽ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജാണ്. ഇന്ന് നമ്മൾ ശരിക്കും കാണാൻ പോകുന്നത് ടവർ ബ്രിഡ്ജാണ്. കാരണം ഞാൻ എപ്പോഴും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് കരുതിക്കൊണ്ടിരുന്ന ബ്രിഡ്ജല്ല യഥാർത്ഥ ലണ്ടൻ ബ്രിഡ്ജ്. അത് ടവർ ബ്രിഡ്ജാണ്. അത് നമ്മളുടെ ലണ്ടൻ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ടവർ ബ്രിഡ്ജ് പണിയുന്നത്. അതിൻ്റെ കഥയെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളോട് പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതാണ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. ദിസ് ഈസ് വൺ ഓഫ് ദി ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ഇൻ ലണ്ടൻ. ഒത്തിരി പേര് വന്ന് കാണുന്നുണ്ട്. എനിക്കവിടെ പോകാൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളവിടെ എത്താറായി. ഇനി നമുക്കിവിടെ ഇറങ്ങണം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ലേ ഒരു ബ്ലൂ കളറിലുള്ള ബ്രിഡ്ജ്, അതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ പേര് ടവർ ബ്രിഡ്ജ് എന്നാണ്. അതിന് കാരണം അതിൻ്റെ സൈഡിലായിട്ടൊരു ടവർ കാസിലുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, ഞങ്ങൾ അപ്പുറത്തൂടെ വരുമ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ തേംസ് നദിയിലുള്ള ലണ്ടൻ ബ്രിഡ്ജും അതുപോലെ തന്നെ ടവർ ബ്രിഡ്ജും. ഈ ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജും കൂടാതെ പുട്നി ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു മില്ലേനിയം ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോട്ട്. പക്ഷേ എനിക്കത് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്ന ഈ ബ്രിഡ്ജില്ലേ, ഇതാണ് ശരിക്കുമുള്ള ലണ്ടൻ ബ്രിഡ്ജ്. ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ലണ്ടൻ ബ്രിഡ്ജ്. നമ്മൾ ആ സ്തൂപം പോലെ അവിടെ കാണുന്നില്ല ഒരു ബ്ലൂ കളറിലുള്ള ബിൽഡിംഗ്, അതാണ് ഷാർഡ്. അതായിരുന്നു ഒരു സമയത്ത് ഏറ്റവും വലിയ ഉയരമുള്ള ബിൽഡിങ്. പക്ഷേ ഇപ്പോൾ അല്ല, നേരത്തെ അവിടെ ഇത് കൺസിഡർ ചെയ്തിരുന്നത് ഏറ്റവും ഉയരമുള്ള ഒരു ബിൽഡിംഗ് ആയിട്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സ് അവിടെയും വിസിറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ടോപ്പിലൊക്കെ പോയിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ലണ്ടൻ ഫുള്ള് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഞാനവിടെ പോയിട്ടില്ല. ഇനി അവിടെ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന ഈ ബ്രിഡ്ജാണ് ശരിക്കുള്ള ലണ്ടൻ ബ്രിഡ്ജ്, കേട്ടോ.
അപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടോ, ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് നല്ല വെണ്ടയ്ക്കാ മുഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് തിരിച്ചറിയാനുള്ളൊരു ഇതുണ്ടായത് ഈ റീസെൻ്റ്ലിയാണ്. അപ്പോഴാണ് ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് ഇത് ശരിക്കുള്ള ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ടവർ ബ്രിഡ്ജാണെന്ന്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഇതില്ലേ, അതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ക്രൂയിസ് ഷിപ്പിലൊക്കെ പോകാം. അങ്ങനെയുള്ള ഒത്തിരി റൈഡ്സ് ഉണ്ട്. നമുക്ക് അതിനകത്തൊക്കെ കയറി തേംസ് നദിയിൽ കൂടെ പോയി ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം. സൈഡിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം കാണാം. അതൊക്കെ ഒത്തിരി ടൂറിസ്റ്റേഴ്സ് കാണുന്നതൊക്കെയാണ്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, അവിടെയൊന്നും കയറിയിട്ടില്ല. ഇന്ന് നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് ലണ്ടൻ ബ്രിഡ്ജ് ഒന്ന് കാണുക, അതിൻ്റെ സൈഡിലുള്ള ടവർ ബ്രിഡ്ജ് ഒന്ന് കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ വരും ദിനങ്ങളിൽ ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ നിങ്ങളിലേക്കും അത് എത്തിക്കും. ഈ കാണുന്നതാണ് ക്രൂയിസ് ഷിപ്പ്. ഇതിവിടെ നങ്കൂരം ഇടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഷിപ്പുകൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ പാലം അത് മേളിലോട്ട് ഇങ്ങനെ പൊക്കും. അങ്ങനെ പൊക്കിയിട്ടാണ് ഇതിങ്ങോട്ട് കടന്നു വരാറ്. അപ്പം ഞാൻ ആ ബ്രിഡ്ജിൽ കയറുമ്പോൾ ആ സൈഡ് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഞാൻ ഇത്രയും പ്രാവശ്യം പോയിട്ട് കണ്ടില്ല കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോഴാണ് ഇത് കണ്ടത്. ഇനി ഞാൻ കാണാനിട്ടാണോ അതോ ഒരു പുതിയതായിട്ട് നിർമ്മിച്ചാണോ എന്ന് അറിയത്തില്ല. എനിവേ ഒത്തിരി പേര് വന്നിട്ട് അതിനിടയ്ക്കുള്ള ഒരു സ്പേസിലിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്തു, പക്ഷേ കയറാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ക്യൂ ആയിരുന്നു അവിടെ.
അപ്പോൾ അതിനിടയ്ക്കായിട്ട് ഒരാൾക്ക് ഇരിക്കാനുള്ളൊരു സീറ്റ് അവർ ഒഴിച്ചിട്ടിട്ടാണ് അത് ഇട്ടിരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൽ പക്ഷെ ഒന്നും കയറാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ ലണ്ടൻ ടവർ ബ്രിഡ്ജിലോട്ട് കയറാൻ പോവുകയാണ്. ഈ ഒരു ചെറിയൊരു ഇതിലൂടെയാണ് നമ്മൾ കയറുന്നത്. വളരെ പഴയൊരു പാലമാണ്. അവർ അതേപോലെ തന്നെ തനതായിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഇതിലെ കൂടെയാണ് നമ്മൾ മേലോട്ട് കയറാൻ പറ്റുക. നമ്മൾ പാലത്തിൻ്റെ മുകളിലെത്തി കേട്ടോ. നമുക്കിവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു പോകാം. ഇതിലെ ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്. ബസ് എല്ലാവിധ വെഹിക്കിളും പോകുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രക്കാർക്കായിട്ട് തന്നെ പെഡസ്ട്രിയൻ വേസും ഉണ്ട്. നമുക്കവിടെ സുരക്ഷിതമായിട്ട് പോകാം. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ അറിഞ്ഞത് ഈ പാലത്തിൻ്റെ മേളിൽ കയറാം, ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേളിലും കയറാമെന്നാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് റോഡുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് താഴോട്ട് നോക്കാനും ഒത്തിരി കാഴ്ചകൾ കാണാനും പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ മോൾ പാലം. ഇവിടെ ഈ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്നത് ശരിക്കൊരു ചില്ലാണ്. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല. എല്ലാവരും കയറുന്ന കണ്ടിട്ടുണ്ട്, നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ഈ തേംസ് നദി വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കും. അപ്പോൾ വലിയ ഭംഗിയില്ല. പക്ഷേ ഇപ്പോൾ കാണുന്നത് പോലെ നന്നായിട്ട് നിറഞ്ഞു കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പരിസര പ്രദേശങ്ങളും ബിൽഡിങ്സും എല്ലാം കൂടി നല്ലൊരു ഫീല് നമുക്ക് തരും. ഒത്തിരി റിലാക്സ്ഡാണ്. അപ്പം നൈറ്റൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ടിരിക്കും, അല്ലെങ്കിൽ ഹെക്റ്റിക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ടയേർഡായിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൽ പോവുക. അവിടെ ഒത്തിരി പാർക്കുണ്ട്, സൈഡിലായിട്ട് ഒത്തിരി ഏരിയാസ് ഉണ്ട് ആൾക്കാർക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ശരിക്കും റിലാക്സിങ് ആണ് അവിടെ പോകുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത്. ഇവിടെ നിന്ന് ഞാൻ നമ്മുടെ ശരിക്കുള്ള ലണ്ടൻ ബ്രിഡ്ജ് കാണിച്ചു തരാം. ഇതാണ് ആകെ കൂടെ ലണ്ടനേഴ്സിനുണ്ടായിരുന്ന ഒരു പാലം. ഇപ്പോഴല്ല, പണ്ട്. ഇനി ഈ ടവർ എങ്ങനെയാണ് ടവർ ബ്രിഡ്ജിന് പേര് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് ടവർ ക്യാസിൽ. അപ്പോൾ ഈ ടവർ ക്യാസലിനോടനുബന്ധിച്ചാണ്, അതായത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതിന് പാലം വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ടവർ ബ്രിഡ്ജ് എന്ന് പേര് വന്നത്. ഈ ടവർ ക്യാസിൽ പണ്ടത്തെ രാജാക്കന്മാർ ക്യാസിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിസണേഴ്സിനെ സൂക്ഷിക്കാൻ വേണ്ടി പണ്ടുകാല യുദ്ധകാലങ്ങളിലൊക്കെ പ്രിസണേഴ്സിനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറെ യൂസുകളൊക്കെ ഉണ്ട് ഇതിന്. ഇപ്പോൾ നിലവിലാരും താമസിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അതിൽ കയറാനും നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാൻ പറ്റും. ഇന്ന് നമ്മൾ അകത്ത് കയറുന്നില്ല, നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഓൾറെഡി ഇത് ഈവനിങ് ആയി, നമുക്ക് അധികം സമയമില്ല. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് പുറമേ നിന്ന് കാണിച്ച് തരാം.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ദയവേത് എനിക്ക് കമൻ്റായിട്ട് തരണം. സോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയിലെ കുറ്റങ്ങളും കുറവുകളെല്ലാം എനിക്ക് പറഞ്ഞു തരിക. എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ബൈ.